തരത്തിലുള്ള പ്രതികരണം ഇക്കാര്യത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. ജയരാജനെ മാറ്റിയതിന് കാരണം ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച അല്ല എന്നാണ് മന്ത്രി GR അനിൽ പറഞ്ഞത്. മറ്റൊരാളെ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമാണിതെന്നും GR അനിലിന്റെ പ്രതികരണം. അങ്ങനെ ബന്ധം ആലോചിച്ച് മാറ്റുന്നതല്ലല്ലോ, അതൊക്കെ കാലാകാലങ്ങളിൽ LDF ആലോചിച്ചിട്ട് നേതൃനിരയിലേക്ക് ആരെയാണോ നിശ്ചയിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെയോ ആക്ഷേപത്തിന്റെയോ പേരിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഞാൻ കാണുന്നില്ല. മറ്റൊരാളെ കൊണ്ടുവരുന്നതിന് മാറ്റി. അതെ, സ്വാഭാവികമായിട്ട് ഓരോ ഘട്ടങ്ങളിൽ അതത് കക്ഷികൾ അതത് മുന്നണി ചർച്ച ചെയ്തിട്ടാണ് ലീഡർഷിപ്പിനെ തീരുമാനിക്കുന്നത്. അങ്ങനെ അല്ലാതെ വേറൊരു രീതി ഞാൻ കാണുന്നില്ല. മുന്നണിയെ നയിക്കാൻ ജയരാജൻ എന്ന വ്യക്തി പോരാ എന്ന് പാർട്ടിക്ക് തോന്നി. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. അത് LDFിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ആ ചർച്ചയുടെയും വിഷയങ്ങളുടെയും വികാരം അറിയാൻ കഴിയൂ. ഞാൻ അതിൽ പങ്കെടുത്ത ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അതേസമയം ജയരാജനെ LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റുന്നത് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കോൺഗ്രസ് അന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ തെളിയുകയാണ്. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ടെന്നും VD സതീശൻ ആരോപിക്കുന്നു. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFിന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ജയരാജന് BJPയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPMഉം ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. മുകേഷിനെ രക്ഷിക്കുവാനുള്ള രാഷ്ട്രീയ ബോംബാണ് CPMന്റെ ഈ തീരുമാനമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. പാർട്ടി കമ്മീഷൻ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ പോലും പാർട്ടിയുടെ നടപടി ഉണ്ടായിട്ടില്ല. എന്നിട്ടും EPക്കെതിരെ നടപടിയെടുത്തത് സംശയിക്കേണ്ടതാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. എനിക്കൊപ്പം ഉള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ CPMൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നുള്ള പുറത്ത് നിൽക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ CPMനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ വേറൊരു വ്യതിയാനാണ്. ഏതായാലും CPMനകത്ത് പഴയതുപോലെ എല്ലാം ഓർഡറിലാണ് എന്ന് വിശ്വസിക്കാനേ കഴിയില്ല. EPയുടെ ഒരു രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം എന്ന് തന്നെയാണോ വിലയിരുത്തുന്നത്? EPയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപം എന്താ? അത് പാർട്ടിയാണ് പ്രമുഖമായും തീരുമാനമെടുക്കേണ്ടത്. നമുക്ക് പുറത്തു നിൽക്കുന്ന നിഷ്പക്ഷൻ എന്നുള്ള നിലയിലുള്ള ഒരു നിഗമനം മാത്രമേ ഉണ്ടാകൂ. EPയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും കൂടിയിട്ടേ ഇല്ലേ? അവരിതൊന്നും അറിഞ്ഞേയില്ലേ? അവരൊരു നടപടിയെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ലേ? അവർ ഈ സമയത്ത് ഇത് പറയാനുള്ള കാരണം എന്താ? അന്നുള്ള കാര്യം ഒന്നുകിൽ മൂടി വെക്കുന്നതിന് വേണ്ടി ഇവർ കണ്ണടച്ചു കൊടുത്തു. അതല്ലെന്ന് വരികിൽ അവർക്ക് കൂടി ചെറിയ മനസ്സറിവോടുകൂടിയാണ് ഇത് നടന്നത് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുകേഷിനെ കുറിച്ചുള്ള നടപടികളൊക്കെ ആലോചിക്കാനിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. അതിലൊരു സംശയകരമായ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, മുകേഷിലത് മുങ്ങുമല്ലോ. അതുകൊണ്ട് മുകേഷിനെ മുക്കുന്നതിന് വേണ്ടി, മുകേഷിൻ്റെ വാർത്ത അധികം പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടി പൊളിറ്റിക്കലായിട്ടൊരു വലിയ വാർത്ത ബോംബ് കൊണ്ട് പൊട്ടിക്കുകയാണ്. ആ പുകമറയ്ക്കകത്ത് മുകേഷ് രക്ഷപ്പെട്ടു പോകും. അതാണിപ്പോൾ നടക്കുന്നത്. EPക്കൊരു നടപടി നേരിടേണ്ട ഒരാളാണോ ജയരാജന്റെ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ജയരാജൻ എന്താ ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. കുറച്ച് ഔട്ട്സ്പോക്കണാണ്. അദ്ദേഹത്തിന് കുറച്ച് ഫ്രണ്ട്ഷിപ്പുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പ് കുറവുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. ബാക്കിയുള്ളിടത്തെല്ലാം അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതൃപ്രസ്ഥാനമാണ് ഏത് രൂപത്തിലുള്ള നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആളുകളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് രണ്ട് സമീപനം നമ്മൾ കാണുകയല്ലേ. ഒന്ന്, പാർട്ടി തന്നെ വെച്ച അന്വേഷണ കമ്മീഷൻ തെറ്റുകാരെന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ പോയിട്ടുള്ള ചില കേസുകൾ. രണ്ട്, എടുത്ത നടപടികൾ തന്നെ വളരെ ദുർബലമാക്കി കൊണ്ടുപോയിട്ടുള്ള കേസുകൾ. മൂന്ന്, അവരൊരു കഠിന നടപടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വേറെ കേസുകൾ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുകയല്ലേ.
പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ സംഭവങ്ങളിലും ഒരേ മാനദണ്ഡത്തിലാണോ നടപടി വന്നത്? അല്ലല്ലോ. EPയെ ബലിയാടാക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? ആണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ഒരേ രൂപത്തിലല്ലല്ലോ. ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ പാർട്ടി എടുത്തിരിക്കുന്ന നടപടികൾക്കെല്ലാം ഒരു ഏകദേശമുള്ള ഒരേ മാനദണ്ഡം വരുന്നില്ല. കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ച് ചില വാളിന് വളരെ മൂർച്ച കൂടുതലാണ്, ചിലത് അവരിങ്ങനെ തഴുകി വിടുകയാണ്, ഏതാണ്ട് സാവകാശം തഴുകി വിടുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു SP-യും PV അൻവർ MLA-യും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നു. എങ്ങനെയാണ് താങ്കൾ ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അതിനെ കേട്ട് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ പോലീസിനകത്തുള്ള നിയന്ത്രണം തീർന്നല്ലോ. ഇത് കയറ് പൊട്ടിയ പട്ടം പോലെ പോവുകയാണ്. ആരാ പിടിച്ചു നിർത്താൻ? ആരാ ഇതിനെക്കുറിച്ചൊരു നിയന്ത്രണ രേഖ ആർക്കാ ഉള്ളത്? ഏറ്റവും നല്ല ഓഫീസേഴ്സ് എല്ലാം സത്യം പറഞ്ഞ പുറത്തിരുന്ന് ചിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറത്തെ ജനങ്ങൾ അറിഞ്ഞാൽ കേരള പോലീസിനെ കുറിച്ച് എന്ത് കരുതും? കേരള പോലീസ് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനേക്കാൾ വളരെ ഗംഭീരമാണെന്നും അതിനെ ഒരു കാരണവശാലും ബീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നും ഈ അടുത്ത കാലത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണോ സ്കോട്ട്ലൻഡ് യാർഡിൽ നടക്കുന്നത്? ഇതാണ് ആ ഒരു പോലീസിംഗ് സിസ്റ്റം? കേരള പോലീസ് ആക്ട് ഉണ്ട്. ആ ആക്ടിനകത്ത് ചില കാര്യങ്ങൾ പോലീസിൻ്റെ നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല. ഷോർട്ട് സർക്യൂട്ടാണ്. എല്ലാറ്റിനും ഷോർട്ട് സർക്യൂട്ടാണ്. MLA ആണ് ഭരിക്കുന്നതെന്ന് പോലും തോന്നും അതിൽ പല കാര്യങ്ങളും കേട്ടാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, MLA-യുമായിട്ട് ഒരു SP നടത്തിയിരിക്കുന്ന സംഭാഷണം, ഞാൻ അതിൻ്റെ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ആ SP പറഞ്ഞത് ന്യായമാണ് എന്ന് വരികിൽ യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റിയല്ലേ? ഈ SP ഒരു സത്യസന്ധനായതുകൊണ്ടുള്ള കാര്യമെല്ലാം തൊട്ടി തുറന്ന് പറഞ്ഞിട്ടേ ഉണ്ടാകൂ. അതാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ സ്ഥിതി. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EP ജയരാജനെ കുറിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ്. EPയെ ബലിയാടാക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീ